വസ്തുത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അരുത്, വിഗ്രഹങ്ങളെ ഇങ്ങനെ ഉടയ്ക്കരുത്. ഉടച്ചാൽ മറ്റൊരു വിഗ്രഹം നമുക്കവിടെ പുനഃപ്രതിഷ്ഠിക്കണമെങ്കിൽ എത്ര കാലം വേണ്ടി വരും, നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മലയാളി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. There is a criminal system in our country. ആ സിസ്റ്റം ഒരാഴ്ചയുണ്ടെങ്കിലും അതിൻ്റെ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാളിച്ചകൾ വലുതായി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് അഭിപ്രായം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കണം. മലയാള സിനിമയെ സംബന്ധിച്ച് PVG ആ രംഗത്ത് ഏറ്റവും അത് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന മേഖല ഏതായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കള്, എൻ്റെ സീനിയറിൻ്റെ കൊച്ചുമക്കള്, അവർ രണ്ടുപേരും ഇപ്പോൾ സിനിമാ മേഖലയിൽ 2 സിനിമ ഇറക്കിയതായിട്ട് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കഴിഞ്ഞ കൊല്ലം 150 സിനിമകൾ ഇറങ്ങിയതിൽ തെറ്റുണ്ടാവുക എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിച്ച ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്ന് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദി സിനിമ അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും ശേഷം ആ ഒരു തലമുറയ്ക്ക് കഴിഞ്ഞാൽ എല്ലാ ഹിന്ദി സ്റ്റേറ്റുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും സ്വാധീനം നേടാൻ സാധിച്ച എത്ര സിനിമാ നടന്മാർ ഇന്ത്യയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ദക്ഷിണേന്ത്യൻ സിനിമയാണ് ഗോവയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭദ്രദീപ് ആദ്യം കൊടുത്തതിൻ്റെ പ്രോട്ടോക്കോൾ ഞാനായതുകൊണ്ട് ഞാൻ പലപ്പോഴും അതിൻ്റെ രേഖകളൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സിനിമകളാണ് അതിൻ്റെ നായകന്മാർ ജനമനസ്സുകളിലേക്ക് ആഴത്തിൽ വേരോട്ടം നടത്തി സിനിമയിലൂടെ അവരെയൊക്കെ ആരാധനാഭാവത്തോടെ കാണുന്ന ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുഴിച്ചു നോക്കിയാൽ ഒരുപാടുണ്ടാകും പാളിച്ചകൾ. ഞാൻ അതിലേക്കല്ല, നമുക്ക് പോസിറ്റീവായി കൂടി ചിന്തിക്കേണ്ട മേഖലയാണ്. ഏതാണ്ട് 50ഓളം സിനിമകൾ വിജയിച്ചതായിട്ടാണ് ഒരു അനൗദ്യോഗികമായ കണക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ കഴിഞ്ഞ കൊല്ലം 240 സിനിമ ഇറങ്ങിയതിൽ 21 മറ്റോ ലാഭകരമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ബിസിനസ്സാണ്, ഒരു വലിയ ക്യാൻവാസാണ്. ഈ കൊച്ചു കേരളത്തിൻ്റെ ഒരു ക്യാൻവാസ് മാത്രമല്ല, അവിടെ ശ്രദ്ധേയരായി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റിയ ഭ്രമണപദം തെറ്റി, പാളം തെറ്റി, തെറ്റുകാരായി കുറ്റക്കാരായാൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ അവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കാനോ മാറ്റിയെടുക്കാനോ ഒക്കെ സാധിക്കണം. നമ്മുടെ എല്ലാ കോടതി മുറികളിലും കാണുന്ന ഒരു ചിത്രമുണ്ട്. എല്ലാ കോടതികളിലും ഒരേ ഒരു ചിത്രമേ ഉള്ളൂ, ഗാന്ധിജിയുടെ. കോടതി മുറികളിൽ സ്വീകരിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ അല്ലാതെ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് ഒരു കോടതി മുറിയിലും കാണാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, കുറ്റത്തെ വെറുക്കൂ, കുറ്റവാളിയെ പരിഷ്കരിക്കാൻ കാറ്റിയ വഴി മുഖേന ശ്രമിക്കുമെന്നാണ്. പക്ഷെ ക്രൂരമായ സമീപനം ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ മേഖല പിടിച്ചു നിർത്താൻ സാധിക്കത്തക്കവണ്ണമായിരിക്കണം നമ്മുടെ ഉദ്യമം, നമ്മുടെ എല്ലാ ശ്രമങ്ങളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.